നമസ്കാരം, ഫോർട്ടോകെ ന്യൂസിലേക്ക് സ്വാഗതം. ലോക്സഭാ തെരഞ്ഞെടുപ്പിനായുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചത് മുതലേ പഠിച്ച പണി 18 പയറ്റിയാണ് BJP മുന്നോട്ട് പോകുന്നത്. ഏത് വിധേയനെയും രാജ്യത്ത് അധികാര തുടർച്ചയുമായി മുന്നോട്ട് പോകാനാണ് BJP ശ്രമിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തവണത്തെ BJPയുടെ സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വന്നതോടെ അവരുടെ വേറിട്ട സമീപനമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കൂടുതലും പുതുമുഖങ്ങളെയും മറ്റു പാർട്ടി വിട്ട് BJPയിലേക്ക് ചേക്കേറിയവരെയുമായിരുന്നു സ്ഥാനാർത്ഥികളായി BJP നിശ്ചയിച്ചത്. എന്നാൽ അതിലൊന്നും ഒരു കാര്യമില്ല എന്നതാണ് സത്യം. ആരെയൊക്കെ നിർത്തി എന്തൊക്കെ കളി കളിച്ചാലും വിജയിക്കാൻ അല്പം ബുദ്ധിമുട്ടുമെന്നതാണ് സത്യം. മാത്രമല്ല, തെരഞ്ഞെടുപ്പ് ചട്ടം ലംഘിച്ചുകൊണ്ട് പല BJP സ്ഥാനാർത്ഥികളും മുന്നോട്ട് പോകുന്ന കാഴ്ചയാണ് നാം ഇപ്പോൾ കാണുന്നത്. ഇതിനെതിരെ വളരെ വലിയ രീതിയിലുള്ള വിമർശനങ്ങളും ഉയർന്നു വരുന്നുണ്ട്. അതേസമയം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP പ്രധാന പ്രചരണായുധമാക്കിയ വിഷയമായിരുന്നു രാമക്ഷേത്രം. അതുകൊണ്ട് തന്നെ പണിപൂർത്തിയാകാത്ത രാമക്ഷേത്രത്തിൽ പ്രാണപ്രതിഷ്ഠ നടത്തുകയും ചെയ്തിരുന്നു. ഹൈന്ദവ വിശ്വാസം കാത്തുസൂക്ഷിക്കാനാണ് ഇതെന്ന് പറയുമ്പോഴും തെരഞ്ഞെടുപ്പ് അടുത്തതുകൊണ്ടുള്ള തിടുക്കപ്പെട്ടിട്ടുള്ള ഈ പ്രാണപ്രതിഷ്ഠ വളരെ വലിയ രീതിയിൽ ചർച്ചാ വിഷയമാവുകയും ചെയ്തിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രചരണത്തിന് ചില വിഷയങ്ങൾ ആയുധമാക്കരുത് എന്ന ഉത്തരവ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിട്ടിരുന്നു. അതിൽ ആരാധനാലയങ്ങളെ പ്രചരണ ആയുധമാക്കരുത് എന്ന നിർദ്ദേശം ഏറ്റവും പ്രധാനമായി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതിനു പുറമെ ജാതി, മതം, ഭാഷ എന്നിവയുടെ അടിസ്ഥാനത്തിൽ വോട്ട് തേടരുതെന്നും രാഷ്ട്രീയ പാർട്ടികൾക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശമുണ്ട്. എന്നാൽ ഇപ്പോഴിതാ തെരഞ്ഞെടുപ്പ് ചട്ടങ്ങളെയൊക്കെ ലംഘിച്ചുകൊണ്ട് ആറ്റിങ്ങലിൽ കേന്ദ്രമന്ത്രിയും BJP സ്ഥാനാർത്ഥിയുമായ V മുരളീധരന്റെ ഫ്ലക്സ് ഉയർന്നിരിക്കുകയാണ്. മുരളീധരന്റെ ചിത്രത്തിനൊപ്പം വിഗ്രഹത്തിന്റെ ചിത്രവും ചേർത്തുകൊണ്ടാണ് ഫ്ലക്സ് ഉയർത്തിയിട്ടുള്ളത്. ഇതിനെതിരെ രൂക്ഷമായ വിമർശനങ്ങളാണ് ഇപ്പോൾ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് വിഗ്രഹത്തിന്റെ ചിത്രം ഉപയോഗിച്ചെന്ന പേരിൽ മുരളീധരനെതിരെ പരാതിയും നൽകിയിട്ടുണ്ട്. ആറ്റിങ്ങൽ മണ്ഡലത്തിലെ വർക്കലയിലാണ് വിവാദമായ ബോർഡ് സ്ഥാപിച്ചത്. പ്രധാനമന്ത്രിയുടെയും V മുരളീധരന്റെയും ചിത്രത്തിനൊപ്പമാണ് വിഗ്രഹത്തിന്റെ ചിത്രവും ഉൾപ്പെടുത്തിയിട്ടുള്ളത്. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനായി വിഗ്രഹത്തിന്റെ ചിത്രം ഉപയോഗിച്ചു എന്നാണ് UDFന്റെ ആരോപണം. ഇത് ഗുരുതരമായ ചട്ടലംഘനമാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയത്. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് മതചിഹ്നങ്ങൾ ഉപയോഗിക്കുന്നത് പെരുമാറ്റച്ചട്ടത്തിന്റെ ലംഘനമാണ്. ഇക്കാര്യം സംബന്ധിച്ച് രാഷ്ട്രീയ പാർട്ടികൾ നേരത്തെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുന്നറിയിപ്പ് നൽകിയിരുന്നു. അതൊന്നും വകവെക്കാതെയുള്ള ഈ നീക്കം തീർത്തും ഗുരുതരമായ ഒന്ന് തന്നെയാണ്. ഇതിനെതിരെ എന്ത് നടപടിയാവും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്വീകരിക്കുക എന്നത് എല്ലാവരും ഉറ്റുനോക്കുകയാണ്. എന്തായാലും വെളുക്കാൻ തേച്ചത് ഇപ്പോൾ പാണ്ടായതുപോലെയായി എന്ന് വേണേൽ പറയാം. സത്യത്തിൽ V മുരളീധരന്റെ സ്ഥാനാർത്ഥിത്വം ഇപ്പോൾ തൃശങ്കുവിലായി.